ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ഡെസ്ക്രിപ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേര് ഫ്യൂച്ചർ ട്രേഡ്, ലെവറേജ് ട്രേഡൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ അതിൽ പലരും ഇന്നും ബിഗിനർ സ്റ്റേജിലാണ്. അതായത് പലർക്കും എന്താണ് ലെവറേജ് ട്രേഡ്, എങ്ങനെയാണ് നടക്കുന്നത്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതേപോലെ തന്നെ ക്രോസ് എന്താണ്, ഐസൊലേറ്റഡ് എന്താണെന്ന് അറിയില്ല. ഫ്യൂച്ചർ ട്രേഡിൽ എൻ്റെ റിസ്ക് എന്താണ്, റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊന്നും പലർക്കും അറിയില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബിഗിനേഴ്സ് സീരീസ് പോലെയാണ്. ഇതിന് സീരീസ് ഓഫ് വീഡിയോസ് ഉണ്ടാവും, കണ്ടിന്യൂസ് ആയിരിക്കില്ല, ഗ്യാപ്പ് ഉണ്ടാവും. അതിൻ്റെ തമ്പനയിൽ അനുസരിച്ച് മാറ്റങ്ങൾ ഞാൻ വരുത്താം. എപ്പിസോഡ് നമ്പറിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ആ ഒരു മെയിൻ ഹെഡിങ്ങിൻ്റെ അടിയിൽ വീഡിയോ സീരീസ് ഇന്നതാണെന്ന് നമ്പർ എന്നൊക്കെ പറഞ്ഞ് രേഖപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു സീരീസ് പോലത്തെ കുറേ വീഡിയോസാണ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. ഈ ലെവറേജ് ട്രേഡിങ് വരുമ്പോൾ അതിലൊരുപാട് പല രീതിയിലുള്ള ട്രേഡിങ്സ് ഏതൊക്കെയാണോ ക്രിപ്റ്റോയിൽ അവൈലബിൾ അതെല്ലാം വരും. അപ്പോൾ ഇതിൽ ഇന്ന് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് എന്താണ് ലെവറേജ് ട്രേഡ്, എങ്ങനെയാണ് അതിൻ്റെ ലെവറേജ് ട്രേഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ലെവറേജ് ട്രേഡ് ഒരുപാട് എക്സ്ചേഞ്ചസിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് കൊളാബറേറ്റ് ചെയ്തേക്കുന്നത് ബിറ്റ്മാർട്ട് എന്ന് പറഞ്ഞൊരു എക്സ്ചേഞ്ചാണ്. ഇത് ടോപ്പ് എക്സ്ചേഞ്ചുകളിലൊന്നാണ്. വെയിൽസൊക്കെ നല്ല രീതിയിൽ ട്രേഡിങ് ചെയ്യുന്ന എക്സ്ചേഞ്ചുകളിലൊന്നാണ്. ഇവർക്കിപ്പോൾ കറൻ്റ്ലി ബോണസ് ഗിവ് അവേ ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി പേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം $2175 വരെ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിംഗ് ബോണസായിട്ട് കിട്ടുന്നതാണ്. ഈ ട്രേഡിംഗ് ബോണസ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡും ചെയ്തെടുക്കാം, ആ ഒരു ട്രേഡിൽ നിന്ന് പ്രോഫിറ്റും എടുക്കാൻ പറ്റും കേട്ടോ. അപ് ടു 2000 വരെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ബോണസ് കിട്ടുന്നുണ്ട്, 5%. ഏകദേശം ഒരു $40,000 നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് $2,000 വരെ ഫ്യൂച്ചർ ബോണസ് കിട്ടും. ഇതല്ലാതെ ഫ്യൂച്ചർ ജോയിനേഴ്സ് പുതിയതായ ആൾക്കാർക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ $5 ബോണസ് കിട്ടും. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ $5 ബോണസ് കിട്ടും. അതല്ലാതെ നിങ്ങൾ ഫസ്റ്റ് എത്ര ഡോളറാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഫ്യൂച്ചേഴ്സ് അക്കൗണ്ടിലേക്ക്, അതിൻ്റെ 5% ബോണസായിട്ട് കിട്ടുന്നതാണ്. പിന്നെ $1,00,000 ട്രേഡിംഗ് വോളിയം എത്തുമ്പോൾ $20 ബോണസ് കിട്ടും. $1,00,000 ട്രേഡിംഗ് വോളിയം എന്ന് പറയുമ്പോൾ ലെവറേജ് എടുത്തിട്ടുള്ള ട്രേഡാണ്. അപ്പോൾ $100 100x ലെവറേജ് ഉള്ള ട്രേഡ് ആണെങ്കിൽ നിങ്ങൾ 10 ട്രേഡ് എടുക്കുമ്പോഴേക്കും ഈ ഒരു 1,00,000 ട്രേഡിംഗ് പോലെ എത്തുന്നതാണ്. പക്ഷെ അതൊക്കെ റിസ്ക്കിയാണ്. അതിൻ്റേതായ ഗ്യാസ് ഫീസ് അല്ല, അതിൻ്റേതായ ട്രേഡിംഗ് ഫീസൊക്കെ പോകും. പിന്നെ നിങ്ങളുടെ ഒരു വലിയ എമൗണ്ട്സ് ഫണ്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ ഇട്ടിട്ട് ട്രേഡ് ചെയ്യാൻ. ബോണസ് ക്യാപ്പ് $2,000 വരെയാണ്. വെയിൽസ് ഫണ്ട് മുതലുള്ള എക്സ്ചേഞ്ചുകളൊന്നാണ് ബിറ്റ്മാർട്ട് എന്ന് പറയുന്നത്. ഞാനിതിൽ എന്താണ് സ്പോട്ട് ട്രേഡ് എന്ന് ആദ്യം കാണിച്ചു തരാം. സ്പോട്ട് ട്രേഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ ബിറ്റ്കോയിൻ്റെ വില $24,083 ഇവിടെ വാങ്ങുന്നു. എന്നിട്ട് ഇപ്പോൾ $24,000-25,000 ആകുമ്പോൾ വിൽക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് $1,000. അപ്പോൾ ഈ ഒരു സ്പോട്ട് ട്രേഡിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വില മുകളിലേക്ക് പോകുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ലാഭമുള്ളൂ, താഴത്തേക്ക് പോകുമ്പോൾ ലാഭമില്ല. നമ്മളത് ഹോൾഡ് ചെയ്യണം. എപ്പോഴാണോ നമ്മളെടുത്ത വിലയിൽ നിന്ന് മുകളിലേക്ക് പോകുന്നു അവിടെ ലാഭത്തിന് നമ്മളത് വിൽക്കണം. അതാണ് സ്പോട്ട് ട്രേഡ്. സ്പോട്ട് ട്രേഡിൻ്റെ ഒരു നല്ല വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് മൊത്തം ഇല്ലാതായി പോയില്ല. ഇല്ലാതായി പോകണമെങ്കിൽ നമ്മുടെ എടുത്ത ഈ ഒരു ബിറ്റ് കോയിൻ്റെ വില 0 ആയി പോകണമെങ്കിൽ മാത്രമേ 0യിലേക്ക് ഈ ഒരു സ്പോട്ട് ട്രേഡിലെ അക്കൗണ്ട് പോവുള്ളൂ. ആ ഒരു വാല്യൂ പോവുള്ളൂ. അതാണ് ഇതിന് നല്ല വശം. ദൂഷ്യവശം എന്ന് പറയുന്നത് വില മുകളിലേക്ക് പോകണമെങ്കിൽ മാത്രമേ നമുക്ക് ലാഭമുള്ളൂ, താഴത്തേക്ക് വരാണെങ്കിൽ ഇല്ല. പിന്നെ ലോങ് ടേം ഹോൾഡൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് ട്രേഡ് ആണല്ലോ എപ്പോഴും യൂസ് ചെയ്യുക. ലെവറേജ് ട്രേഡ് യൂസ് ചെയ്യുന്നത് ഡേ ട്രേഡിങ്ങിൽ നല്ല ലാഭം കിട്ടാനൊക്കെ ആയിട്ടുള്ളതാണ് ലെവറേജ് ട്രേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്പോട്ട് ട്രേഡ്. ഇനി സ്പോട്ട് ട്രേഡിൻ്റെ അതെങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. ഇപ്പോൾ എത്തേറിയം എടുക്കുകയാണ്. എത്തേറിയം ആകുമ്പോൾ $1,000-2,000 ഒക്കെ വിലയിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ $100 ഉണ്ട്. $100 ഉണ്ട് നമ്മുടെ കയ്യിൽ. 100 USDT നമ്മുടെ കയ്യിലുണ്ട്. ഇത് എഴുത്ത് നിങ്ങൾ ക്ഷമിക്കുക, മൗസ് കൊണ്ടാണ് ചെയ്യുന്നത്. 100 USDT നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈത്തിലാണ് ട്രേഡ് എടുക്കുന്നത്. ഈത്ത് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം $2,000-2,000 ഈത്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കണേന്ന് വയ്ക്കുക. അപ്പോൾ ഇവിടെ നിന്ന് പൈസ താഴേക്ക് പോകാനാണ് നമ്മൾ വിചാരിക്കുന്നത്. അതായത് നമ്മൾ അനാലിസിസ് ചെയ്ത് നോക്കുമ്പോൾ ഈത്ത് 2,000 നിന്ന് താഴേക്ക് പോകാനുള്ള പ്ലാനാണ്. അതാണ് ഫ്യൂച്ചർ ട്രേഡിലെ ബെസ്റ്റ് കാര്യങ്ങളൊന്നും. വില മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും നമ്മൾ കറക്റ്റായിട്ടാണ് ട്രേഡ് എടുക്കണേ, നമുക്ക് ലാഭം കിട്ടും. വില താഴേക്ക് പോയാലും ലാഭം കിട്ടും, വില മുകളിലേക്ക് പോയാലും ലാഭം കിട്ടും. പക്ഷേ നമ്മൾ ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് എടുക്കണമെന്ന് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈത്തിൻ്റെ വില താഴേക്ക് പോകും, 2,000 താഴത്തേക്ക് പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? $100 20 ലെവറേജിൽ ട്രേഡ് എടുക്കും. 20 ലെവറേജിൽ ട്രേഡ് എടുക്കുമ്പോൾ ഏകദേശം $2,000. ഇപ്പോൾ $2,000 ട്രേഡ് നമ്മൾ എടുക്കുകയാണ്. അതായത് $100 20 ലെവറേജ് ഒക്കെ റിസ്ക്കിയാണ്. നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻറ്റ് മാത്രമേ എടുക്കുള്ളൂ. ഞാൻ 3x മുതൽ 5x വരെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. മാക്സിമം 10x, അതും നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ മാത്രം. 3x ഒക്കെ ധാരാളമാണ് ബിഗിനേഴ്സിന്, 3x മുതൽ 5x വരെ. ഇപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോകും, എന്നാലും നിങ്ങൾ ഇത് കണ്ടിരിക്കണം. കാരണം ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ബിഗിനേഴ്സ് എന്ന നിലയിൽ. ഓക്കെ, അപ്പോൾ $2,000 നമ്മുടെ കയ്യിലുള്ള പോലെ ഇത് ട്രേഡ് എടുക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് ഈത്ത് ഇപ്പോൾ 2,000 നിന്ന് $1,800 നമ്മൾ വിചാരിച്ച പോലെ തന്നെ താഴത്തേക്ക് വന്നു. അവിടെ നമ്മുടെ പ്രോഫിറ്റ് ക്ലോസ് ചെയ്യാണ്.
അപ്പോൾ അവിടെ പ്രോഫിറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വന്നേക്കുന്നത് ഏകദേശം 10% മൂവ്മെൻ്റ് ആണ്. അതായത് 2000 നിന്ന് 1800 ആയപ്പോൾ $200 കുറഞ്ഞത്. അതായത് 10% മൂവ്മെൻ്റ് ആണ് നടന്നത്. അപ്പോൾ ഈ ഇതുവരെയുള്ള കാര്യം ഓർത്തേക്കാം. നമ്മൾ 2000 നിന്ന് ഈത്ത് ഷോർട്ട് ചെയ്തു, 1800 പ്രോഫിറ്റ് എടുക്കുകയാണ്. 10% പ്രൈസ് മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കണം, 20 ലെവറേജ്. അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്യുകയാണ്. അപ്പോൾ 20 ലെവറേജിൽ നമ്മൾ 10% പ്രോഫിറ്റ് എടുത്തു. 10% പ്രോഫിറ്റിൽ ഇൻറ്റു 20. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം 200% ആണ് പ്രോഫിറ്റ് വന്നേക്കുന്നത്. അതായത് 10%-ന് 20 ലെവറേജിൽ. അപ്പോൾ ഈ 200% ആണ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ ഇട്ടത് 100 USDT ആയിരിക്കും. നമുക്ക് പക്ഷെ കിട്ടാൻ പോകുന്നത് 200% പ്രോഫിറ്റ് അടക്കം $300 ആണ്. ഓക്കെ, അതായത് 200% പ്രോഫിറ്റ് 100ൻ്റെ. പക്ഷെ നമുക്ക് ഇത്ര കിട്ടില്ല. നമുക്ക് കിട്ടാൻ പോകുന്നത് വല്ല 290-80 ഒക്കെ ആയിരിക്കും. കാരണം അതിൻ്റെ ട്രേഡിംഗ് ഫീസ് അനുസരിച്ചിരിക്കും. ഈ ഒരു ലെവറേജ് എടുക്കുന്നതിൻ്റെ നമ്മൾ എത്ര ലെവറേജ് എടുക്കുന്നോ അതിനനുസരിച്ച് ട്രേഡിംഗ് ഫീസും കൂടുതലായിരിക്കും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ പ്രോഫിറ്റ്. ഇത് ഷോർട്ടിൽ. ഇനി അഥവാ ഇവിടെ നിന്ന് നഷ്ടം വന്നാൽ, അതായത് നമ്മളിപ്പോൾ താഴത്തേക്ക് 2000 നിന്ന് താഴേക്ക് പോകുന്നതാണല്ലോ പ്രഡിക്റ്റ് ചെയ്തത്. പക്ഷെ അതിന് പകരം മുകളിലേക്ക് പോയാൽ എന്ത് പറ്റും? മുകളിലേക്ക് പോയാൽ പറ്റാവുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ ആ പടം $100 ഉള്ളൂ. $100 20x ലെവറേജാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ 20x ലെവറേജിൽ പ്രൈസ് താഴേക്ക് പോകുന്നതാണ് പ്രെഡിക്റ്റ് ചെയ്തത് 100 USDT വെച്ചിട്ട്. പക്ഷേ വില മുകളിലേക്ക് പോയിട്ട് 2100 ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള $100 പോയി കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2000 നിന്ന് 2100 ആയപ്പോൾ 5% പ്രൈസ് മൂവ്മെൻ്റ് ഉണ്ടായത്. അപ്പോൾ 20 × 5 എന്ന് പറയുന്നത് 100 ആണ്. നമ്മുടെ 100% ലോസിലാണ്. 5% ഒന്നും വേണ്ട, 4 മൂവ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ $100 ലിക്വിഡേറ്റ് ആയി പോകും. അപ്പോൾ ഈ ഒരു ലെവറേജ് എടുക്കൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു വേണം. നമ്മുടെ ക്യാപിറ്റൽ എത്രയുണ്ട്, ഫ്യൂച്ചേഴ്സിൽ നമ്മുടെ കയ്യിൽ ഈ ഒരു റിസ്ക് എടുക്കാൻ റെഡിയാണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നമുക്കിതേ 100 പോയിന്റ് മാറിയിട്ട് 1900 ആണ് പ്രൈസ് ആവണമെങ്കിൽ ഷോർട്ട് ചെയ്തിട്ട് നമുക്ക് $100 പ്രോഫിറ്റാണ് കിട്ടുന്നത്. പക്ഷേ വില മുകളിലേക്ക് പോയതുകൊണ്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു $100 നഷ്ടമാണ്. ഇതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ. ഇപ്പോൾ നമ്മുടെ അടുത്ത് 20x ലെവറേജിൽ എൻട്രി പ്രൈസ് നമ്മൾ ലോങ് ആണ്, ഷോർട്ട് ഇട്ട് നോക്കിയാൽ എൻട്രി പ്രൈസ് 2000 ആയിരുന്നു. 1800 നമ്മൾ എക്സിറ്റ് പ്രൈസ് അടിച്ചു. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അത് കാണിക്കും. 100 ആണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. PNL 200 USDT ആണ്. $200 ആണ് നമ്മുടെ പ്രോഫിറ്റ്. 200% ആണ് ROI. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് ലെവറേജ് കുറച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ അതിനനുസരിച്ച് 200 ഇടണം നമ്മൾ USDT. 10x ലെവറേജ് ഇടണമെങ്കിൽ 100% പ്രോഫിറ്റിന് PNL. ഇത് നമുക്ക് മാക്സിമം 100x വരെയൊക്കെ ഇടാം. 100x എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ $1 വെച്ചിട്ട് വരെ നമുക്ക് ട്രേഡ് ചെയ്യാം കേട്ടോ. $1 വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു ഈത്ത് ട്രേഡ് ചെയ്യണമെങ്കിൽ $20 മതി. $20 നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഈത്ത് വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും ഈ ഒരു ഫ്യൂച്ചേഴ്സ് അക്കൗണ്ടിൽ. പക്ഷേ 0.75% മൂവ്മെൻറ്റ് മതി നമ്മുടെ ലിക്വിഡേഷനോ 100%ഓ പ്രോഫിറ്റ് ആവാനായിട്ട്. $200 പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾ $1000% പ്രോഫിറ്റ് ആയിരിക്കും. അതായത് 10% മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ 100xൽ 1000% പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ കാൽക്കുലേറ്ററിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ നോർമൽ. ഇത് ഐസൊലേറ്റഡ്, നമ്മൾ കൊടുത്ത $100 വെച്ച് ട്രേഡ് ചെയ്തു. ഇതാണ് ഐസൊലേറ്റഡ് മോഡ് എന്ന് പറയുന്നത്. ഇത് തന്നെ ക്രോസ് മോഡ് ഉണ്ട്. അതായത് നമ്മുടെ ഈത്ത് 2000 നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത് താഴേക്ക് പോകും. 100 USDT വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പക്ഷേ നമ്മുടെ ഫ്യൂച്ചേഴ്സ് അക്കൗണ്ടിൽ 500 USDT ഉണ്ടെന്ന് വയ്ക്കുക. ഫ്യൂച്ചേഴ്സ് അക്കൗണ്ടിൽ എന്നിട്ട് നമ്മൾ ക്രോസിലാണ് താഴേക്ക് പോകുമെന്ന് വിചാരിച്ചത്. താഴത്തേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് അത് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്ത് ഇതിന് മുന്നത്തെ പ്രാവശ്യം കാൽക്കുലേറ്റ് ചെയ്ത് അതേ രീതിയിൽ തന്നെ 20x ലെവറേജിലാണ് ചെയ്യുന്നത്. അപ്പോൾ സെയിം പ്രോഫിറ്റ് തന്നെ ആയിരിക്കും താഴേക്ക് പോകുകയാണെങ്കിൽ. പക്ഷേ മുകളിലേക്ക് പോയിട്ട് 2100 ആയി. 2100 ആയപ്പോഴും നമ്മൾ 100% ലോസിലായിരിക്കും. 100% ലോസിലായിരിക്കും. നമ്മൾ $100 ലോസിലായിരിക്കും. പക്ഷേ ഇത് ലിക്വിഡേറ്റ് ആവില്ല. കാരണം $500 ക്രോസിലിട്ടിട്ട് നമ്മുടെ വാലറ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മൊത്തം ഫണ്ട് 100% ഫ്യൂച്ചർ ഈ ഒരു ട്രേഡ് ലിക്വിഡേറ്റ് ആവണമെങ്കിൽ ഏകദേശം എത്ര രൂപ വേണ്ടി വരും? 100% നഷ്ടമുണ്ടായി. 20x ലെവറേജിൽ 100% ആയപ്പോഴാണ് $100. അപ്പോൾ ഈ 500 ചേർത്ത് ലിക്വിഡേറ്റ് ആവണമെങ്കിൽ 600% ലോസിലേക്ക് ആവണം. എങ്കിൽ മാത്രമേ ഈ 500 ലിക്വിഡേറ്റ് ആയി പോവുള്ളൂ ഈ 100ൻ്റെ ഒപ്പം. അതിന് 2600 വരെ പ്രൈസ് പോകണം. അത് ഞാൻ എക്സാമ്പിളോടെ കാൽക്കുലേറ്റ് ചെയ്യാം. ലിക്വിഡേഷൻ പ്രൈസ് എന്ന് പറഞ്ഞ ചാർട്ട് ഉണ്ട് ഇതിൽ ഷോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 20x ലെവറേജിൽ നമ്മൾ എൻട്രി പ്രൈസ് 2000, ക്വാണ്ടിറ്റി ഒരു ഈത്താണ്. 600 ഇട്ട് കഴിഞ്ഞാൽ അതായത് 500 + 100 നമ്മൾ ഓപ്പൺ ചെയ്ത ട്രേഡ്. അപ്പോൾ നമ്മുടെ ലിക്വിഡേഷൻ പ്രൈസ് വരുന്നത് 2587. ഈ ഒരു പ്രൈസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ 500 + 100 ലിക്വിഡേറ്റ് ആയി പോകും. 2500 സംതിങ് വരുമ്പോൾ നമ്മുടെ ഇത് മൊത്തം ലിക്വിഡേറ്റ് പോകും. ഏകദേശം 600% ലോസ് വരണം നമ്മുടെ
ലിക്വിഡേറ്റ് ആണ്. ഇതാണ് ക്രോസ്. ഐസൊലേറ്റഡ് ആണ് ഇതിന് തൊട്ട് മുമ്പത്തെ ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്രോസ് മാറ്റിയിട്ട് ഐസൊലേറ്റഡ് ഇട്ട് കഴിഞ്ഞാൽ $100 ട്രേഡ് ഇട്ട് കഴിഞ്ഞാൽ ലിക്വിഡേഷൻ പോയിന്റ് 2089 എത്തുമ്പോഴേക്ക് ലിക്വിഡേഷൻ ആവും. ഞാൻ പറഞ്ഞില്ല 2100 ആവണ്ട, അതിന് മുമ്പ് തന്നെ ലിക്വിഡേഷൻ ആവും. തന്നെ 600 ആക്കുകയാണെങ്കിൽ 2587 മാറും. കാരണം ക്വാണ്ടിറ്റി ഒരേ തന്നെയാണ് ഐസൊലേറ്റഡിലും 20x ലെവറേജിൽ. അപ്പോൾ ഇതാണ് ലിക്വിഡേഷൻ ക്രോസിൽ. ഇതേ രീതിയിൽ നിങ്ങൾക്ക് PNL നോക്കാം, നിങ്ങളുടെ ടാർഗറ്റ് പ്രൈസ് സെറ്റ് ചെയ്ത് നോക്കാം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു കാൽക്കുലേറ്ററിൽ ചെയ്യാം. നിങ്ങൾക്ക് ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഐസൊലേറ്റഡും ക്രോസും തമ്മിലുള്ള ഡിഫറൻസസ് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നിങ്ങൾക്ക് ലെവറേജ്ഡ് ട്രേഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇപ്പോൾ പെട്ടെന്നൊരു ഡംപ് വന്നിട്ടുണ്ട് 25,000 അടുത്ത് വരെ പോയിട്ട് ഇതൊക്കെ ആരെങ്കിലും ഷോർട്ട് ചെയ്തോന്ന് അറിയില്ല. കാരണം 25,000 എന്ന് പറയുന്നത് മേജറായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുകയാണ്. കുറേ ദിവസമായി ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കണം. ഷോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 20x ലെവറേജിൽ ഒരു $100 ഇട്ട് ഇവിടുന്ന് ഷോർട്ട് ചെയ്തെന്ന് വയ്ക്കുക. ഇപ്പോഴത്തെ കറണ്ട് പ്രൈസിൽ നിങ്ങൾക്ക് 4.88 മൂവ്മെൻറ്റ്. അപ്പോൾ ഏകദേശം 4.5 കൂട്ടിക്കുക. 5 × 20 100% പ്രോഫിറ്റിലായിരിക്കും. $100 നിങ്ങൾ 20x ലെവറേജിൽ ഇവിടുന്ന് ഷോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് $100 ഇപ്പോൾ പ്രോഫിറ്റ് കാണും. അതാണ് ലെവറേജ് സ്റ്റൈലിൽ. ലെവറേജ് സ്റ്റൈലിൽ നിങ്ങൾക്ക് മോളിലേക്ക് പോകുമ്പോഴും പൈസ ഉണ്ടാക്കാം, താഴേക്ക് വരുമ്പോഴും പൈസ ഉണ്ടാക്കാം. മോളിലേക്ക് പോകുന്നതിനെ ലോങ് എന്ന് പറയും, താഴേക്ക് പോകുന്നതിനെ ഷോർട്ട് എന്ന് പറയും. അപ്പോൾ ഓപ്പൺ ലോങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള ചാൻസാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലോങ് എടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ലോങ് എടുത്തിട്ട് പ്രൈസ് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരും. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റുമാണ് ഷോർട്ടിൻ്റെ അർത്ഥം. അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ട്രേഡ് ചെയ്യാൻ പോകുന്നതാണ്. ഫ്യൂച്ചേഴ്സിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യണത്, എങ്ങനെയാണ് നമ്മൾ റെസ്പോൺസിബിൾ ട്രേഡ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അത് രണ്ടും ഞാൻ കാണിച്ചു തരാം. ഐസൊലേറ്റഡും കാണിച്ചു തരാം, ക്രോസും കാണിച്ചു തരാം. അവർക്ക് ചെയ്യാൻ പോകുന്നതൊക്കെ ഞാൻ ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ചിലായിരിക്കും. ബിറ്റ്മാർട്ടിൽ ഇപ്പോൾ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. നിങ്ങളും തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി കയറുന്നവർക്ക് സ്പെഷ്യൽ ബെനിഫിറ്റ്സ് വേറെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സൈനപ്പ് ചെയ്ത് KYC ചെയ്തിട്ട് ഇത് ഉപയോഗപ്പെടുത്തുക. ജസ്റ്റ് ഫ്യൂച്ചർ അക്കൗണ്ട് യൂസറായിട്ട് സൈനപ്പ് ചെയ്യണതിന് മാത്രം നിങ്ങൾക്ക് $5 ബോണസ് കിട്ടും. ഈ $5 വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ USDT ഫ്യൂച്ചേഴ്സ് അക്കൗണ്ടിലേക്ക് ഫസ്റ്റ് ടൈം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ 5% നിങ്ങൾക്ക് ബോണസായി കിട്ടുന്നതാണ്. ഈ $2,000 വരെയാണ് മാക്സിമം ക്യാപ്ഡ്. അപ്പോൾ $2,000 നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ 40,000 ഫസ്റ്റ് ട്രാൻസ്ഫർ തന്നെ നടത്തേണ്ടി വരും സ്പോട്ട് അക്കൗണ്ടിൽ നിന്ന് ഫ്യൂച്ചേഴ്സിലേക്ക്. എങ്കിൽ മാത്രമേ 2,000 കിട്ടുള്ളൂ. അത്രയും വലിയ ട്രേഡ് എമൗണ്ട് നിങ്ങളുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യുക. ബിറ്റ്മാർട്ട് നല്ല എക്സ്ചേഞ്ചുകളൊന്നാണ്, ടോപ്പ് വെയിൽസ് കളിക്കുന്ന എക്സ്ചേഞ്ചുകളൊന്നാണ് പണ്ട് മുതലേ. പിന്നെ ഇത് $20 ബോണസാണ് നിങ്ങൾ 1 lakh ട്രേഡിംഗ് വോളിയം എത്തുമ്പോൾ. ഇപ്പോൾ ഫ്യൂച്ചർ ട്രേഡൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാടുണ്ട്. അവരൊക്കെ 1 lakh ട്രേഡിംഗ് വോളിയം ആഴ്ചയ്ക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആക്കുക. ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കാൽക്കുലേറ്ററിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ യൂസ്ഫുൾ ആക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ ടെലഗ്രാമിലൂടെ കോൺടാക്ട് ചെയ്യുക. ഇത് വളരെ ചെറിയൊരു മൈന്യൂട്ട് ഭാഗം മാത്രമേ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ ലെവറേജ് ട്രേഡിൻ്റെ. അതായത് എന്താണ് ഐസൊലേറ്റഡ്, എന്താണ് ക്രോസ്, എന്താണ് ലെവറേജ് ട്രേഡിലൂടെ ഉദ്ദേശിക്കുന്നത്. വില കൂടിയാലും വില കുറയുമ്പോഴും നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ പ്രഡിക്ഷൻ കറക്റ്റ് ആയിരിക്കണം. അതാണ് ലെവറേജ് ട്രേഡ്. സ്പോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തതിൽ നിന്ന് വില മുകളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് ലാഭം കിട്ടുള്ളൂ. പക്ഷേ ലെവറേജ് ട്രേഡ് നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നോ അവിടെ നിന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന സൈഡിലേക്ക് പോയാൽ മാത്രമേ ലാഭം കിട്ടുള്ളൂ. നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നഷ്ടം വന്ന് നമ്മുടെ കയ്യിലുള്ള മൊത്തം പൈസ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിനാണ് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഉപയോഗിക്കുന്നത്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഇത് കണ്ട പാടെ ഉടനടി ലെവറേജ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. സൈനപ്പ് ചെയ്ത് അക്കൗണ്ട് എടുത്ത് വയ്ക്കുക. ഫ്രീ ആയിട്ട് ഈ കിട്ടുന്ന ബോണസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നോക്കുക. നമ്മൾ ഇതിനെക്കുറിച്ചുള്ള സിഗ്നൽ ഗ്രൂപ്പൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഡീറ്റെയിൽസൊക്കെ ഞാൻ വരും ദിനങ്ങളിൽ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ബോണസ് യൂസ്ഫുൾ ആക്കുക. ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്നിരിക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓളെന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.